ഇതിൽ നിന്നും എങ്ങനെയാണ് ഞാൻ ഇതിലേക്ക് എൻ്റെ സ്കിന്നിനെ ട്രാൻസ്ഫോം ചെയ്തത് എന്നാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അതിനായിട്ട് ഞാൻ എന്തൊക്കെ ഡയറ്റ് ആണ് ഫോളോ ചെയ്തത്, എന്തൊക്കെ മെഡിക്കേഷൻസ് ആണ് എടുത്തത്, എന്തൊക്കെ സ്കിൻ ട്രീറ്റ്മെന്റ്സ് ആണ് ചെയ്തത്, ഏത് ഡോക്ടറെയാണ് ഞാൻ കൺസൾട്ട് ചെയ്തത്, ഇങ്ങനെ തുടങ്ങി എല്ലാ കാര്യങ്ങളും വിത്ത് അതിന്റെ കോസ്റ്റും ഞാൻ ഈ ഒരു വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. 2022 എനിക്ക് ആദ്യമായിട്ട് എൻ്റെ ഫേസിൽ ആക്നെ വരാൻ തുടങ്ങിയത്. അതായത് അതിന് മുന്നേ നമ്മളുടെ ഒരു ടീനേജിലൊന്നും എനിക്ക് ഈ ഒരു ആക്നേന്റെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നില്ല. ആൺകുട്ടികൾക്കാണെങ്കിലും പെൺകുട്ടികൾക്കാണെങ്കിലും ആക്നെ വന്നു തുടങ്ങുന്ന ഒരു പ്രായം ഉണ്ടല്ലോ, അപ്പോഴൊന്നും എൻ്റെ ഫേസിൽ ഒരു കുരു പോലും വരുന്നുണ്ടായിരുന്നില്ല. അതൊക്കെ കഴിഞ്ഞ് ഈ ഒരു 2022 ആ ഒരു കൊറോണ ടൈമിലാണ് എനിക്ക് ചെറുതായിട്ട് ഇങ്ങനെ ആക്നെ വന്ന് തുടങ്ങിയത്. അങ്ങനെ തുടക്കത്തിൽ ഡോക്ടറെ കാണിച്ചിട്ടുണ്ടായിരുന്നില്ല, പോകും എന്ന് വിചാരിച്ചു. പിന്നെ കുറച്ചും കൂടെ കൂടിയപ്പോഴാണ് എന്തായാലും ഡോക്ടറെ കാണിക്കണം എന്ന് വിചാരിച്ചിട്ട് ഞാൻ നാട്ടിലൊക്കെ 1, 2, 3 ഡോക്ടേഴ്സിനെയൊക്കെ മാറി കാണിച്ചിട്ടുണ്ടായിരുന്നു, ഇതിനൊരു കുറവ് വരാത്തത് കൊണ്ട്. അങ്ങനെ ഏതായാലും അതൊന്നും എനിക്ക് പ്രോപ്പറായിട്ടൊന്നും പോയില്ല, പ്രത്യേകിച്ച് എനിക്ക് വ്യത്യാസങ്ങളൊന്നും വന്നില്ല. അങ്ങനെ ഞാൻ പെരിന്തൽമണ്ണ അതായത് മലപ്പുറം ഡിസ്ട്രിക്റ്റിൽ തന്നെ പെരിന്തൽമണ്ണ ഉള്ള ഒരു ഡോക്ടറെ ഞാൻ കൺസൾട്ട് ചെയ്തു. അവിടെ ഒരു ക്ലിനിക്കിൽ ഞാൻ കൺസൾട്ട് ചെയ്തു, ഡോക്ടർ ഇർഷാദ് അലി സ്കിൻ കെയർ ക്ലിനിക്. ഇതായപ്പോഴത്തേക്കും 2023 മാർച്ചിലാണ് ഞാൻ ആദ്യമായിട്ട് കൺസൾട്ട് ചെയ്യുന്നത്. ഞാൻ കൺസൾട്ട് ചെയ്ത എല്ലാ പ്രിസ്ക്രിപ്ഷൻസും കാര്യങ്ങളെല്ലാം ഞാൻ എടുത്തു വെക്കുന്നുണ്ടായിരുന്നു. ഏറെക്കുറെ ഉണ്ട്, ചിലതൊന്നും ഇല്ലാന്ന് തോന്നുന്നു. 2023 മുതലുള്ള കുറച്ച് പ്രിസ്ക്രിപ്ഷൻസും കാര്യങ്ങളൊക്കെ എൻ്റെ കയ്യിലുണ്ട്. അപ്പൊ ഇത് വെച്ചിട്ട് നിങ്ങൾ ഈ ട്രീറ്റ്മെന്റുകൾ ചെയ്താൽ മതി, നിങ്ങളുടെ ആക്നെ പോവും എന്ന് പറയാനല്ല ഞാൻ വന്നത്. ഞാൻ ഇതൊക്കെയാണ് ചെയ്തത്. അപ്പോൾ നിങ്ങളുടെ ഫേസിലുള്ള ആക്നേന്റെ റീസൺ ചിലപ്പോൾ മറ്റെന്തെങ്കിലും ആയിരിക്കും. എപ്പോഴും നിങ്ങളൊരു ഡെർമറ്റോളജിസ്റ്റിനെ കൺസൾട്ട് ചെയ്തിട്ട് മെഡിക്കേഷൻസ് എടുക്കുന്നതാണ് നല്ലത്. ബട്ട് സ്റ്റിൽ ഒരു ഡോക്ടറെ കാണിച്ചു നേരിട്ട് അവിടെ നിന്ന് പോകണം എന്ന് നിർബന്ധമല്ല. എനിക്ക് പോയിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ ഞാൻ ഇർഷാദ് അലി സ്കിൻ കെയർ സെന്ററിൽ ഞാൻ കാണിച്ചിട്ട് ഡോക്ടർ എനിക്ക് കുറച്ച് ഈ മെഡിസിൻസ് ഒക്കെ ഇങ്ങനെ പറഞ്ഞൊക്കെ തന്നു. അപ്പൊ ഞാൻ പറഞ്ഞു ഡോക്ടറോട്, എനിക്ക് മുന്നേയും ഈ മെഡിസിൻസ് എല്ലാം പ്രിസ്ക്രൈബ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്ന് എനിക്ക് പോയിട്ടുണ്ടായിരുന്നില്ല. ഞാൻ എൻ്റെ ഒരു ക്യൂരിയോസിറ്റി കൊണ്ടും ഡൗട്ട് കൊണ്ടും നമ്മൾ നല്ലതായിട്ട് ഇങ്ങനെ ഇതായി നിൽക്കുകയാണല്ലോ, മൈൻഡിൽ കൺഫ്യൂസ്ഡ് ആയി നിൽക്കുക, എന്താ ഇതുവരെ പോവാത്തേന്നുള്ള. അപ്പൊ ആ ഒരു കൺഫ്യൂഷനിൽ ഞാൻ ചോദിച്ചു. അപ്പൊ ഡോക്ടർ പറഞ്ഞു ബ്രാൻഡ് ടു ബ്രാൻഡ് ചിലപ്പോൾ ഡിഫറൻസസ് ഉണ്ടാവും, ഞാൻ പ്രിസ്ക്രൈബ് ചെയ്ത് തരുന്നത് വേറെ ബ്രാൻഡ്സും കാര്യങ്ങളൊക്കെയാണ്, എന്തായാലും നമുക്ക് നോക്കാം, ഒരു മന്ത് കഴിച്ചിട്ട് നമുക്ക് പ്രോഗ്രസ് ഉണ്ടോ നോക്കിയിട്ട് അതിനനുസരിച്ച് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാം എന്ന് ഡോക്ടർ പറഞ്ഞു. അപ്പോൾ ഫസ്റ്റ് തിങ് നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ കൺസൾട്ട് ചെയ്യുന്ന ഡോക്ടറെ വിശ്വസിക്കുക എന്നുള്ളതാണ്. ഞാൻ മുന്നുള്ള ഡോക്ടേഴ്സിലും ഞാൻ ആ വിശ്വാസം അർപ്പിച്ചിട്ടുണ്ടായിരുന്നു. ബട്ട് എനിഹോ ഒന്നൊന്നും പോയില്ല. ഇപ്രാവശ്യം പോകുന്നുള്ള പ്രതീക്ഷയോടാണ് ഞാൻ വന്നത്. പിന്നെ പോരാത്തതിന് ഒരു കാര്യം ഉണ്ടായി, ഞാൻ പറയാൻ മറന്നു. ഞാൻ ആക്ച്വലി ചെയ്യുന്നത് ബ്രൈഡൽ മേക്കപ്പ് ആണ്. എൻ്റെ വീഡിയോസ് റെഗുലറായിട്ട് കാണുന്ന ആൾക്കാർക്ക് അറിയുന്നുണ്ടാവും. ഈ വീഡിയോ മാത്രമായിട്ടാണ് ഇപ്പം നിങ്ങൾ കണ്ടു തുടങ്ങുന്നതെന്ന് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവില്ല. ഐ എം എ പ്രൊഫഷണൽ ബ്രൈഡൽ മേക്കപ്പ് ആർട്ടിസ്റ്റ്. ഞാൻ 2019 അത് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ എൻ്റെ ഒരു ബ്രൈഡ്, അതായത് ഈ 2022 ഒക്കെ തന്നെയാണെന്ന് തോന്നുന്നു, എൻ്റെ ഒരു ബ്രൈഡിന്റെ മേക്കപ്പ് ഞാൻ ചെയ്യാൻ പോയപ്പോൾ അവൾ ഇങ്ങനെ ചോദിച്ചു, ഡോക്ടറെ കാണിക്കുന്നുണ്ട്. അന്നൊക്കെ എൻ്റെ ഫേസിൽ അത്യാവശ്യം നല്ല ആക്നെ ഉണ്ട്. അപ്പോൾ അവൾ എൻ്റെ അടുത്ത് ചോദിച്ചു, ഏതെങ്കിലും ഡോക്ടറെ കൺസൾട്ട് ചെയ്യുന്നുണ്ടോ എന്നൊക്കെ ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു ഇങ്ങനെ നാട്ടിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ കുറവൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ അവള് ഈ ഡോക്ടറെ തന്നെ പറഞ്ഞു തന്നു. ഇങ്ങനെ ഒരു ഡോക്ടർ ഉണ്ട്, അവൾക്ക് ഈ കൊറോണ ടൈമിൽ അവള് ഫേസ് റേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ചിലർക്ക് റേസർ അലർജി ഉണ്ടാവും, ചിലർക്ക് പ്രോബ്ലം ഒന്നും ഉണ്ടാവുകയില്ല. അപ്പൊ ഇവള് റേസ് ചെയ്തിട്ട് ഇവൾക്ക് ഫേസ് കംപ്ലീറ്റ്ലി നന്നായിട്ട് കുരുക്കൾ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഈ ഡോക്ടറെ അടുത്ത് പോയിട്ട് ആണ് അത് മാറിയത് എന്ന് ഇവള് പറഞ്ഞു. അപ്പൊ അവിടെ ഒന്ന് കൺസൾട്ട് ചെയ്ത് നോക്ക്, ചിലപ്പോൾ എന്തായാലും മാറും എന്നൊക്കെ അവള് പറഞ്ഞു. അപ്പം അതും കൂടിയാണ് ഞാൻ ഈ ഡോക്ടറെ കൺസൾട്ട് ചെയ്യാനുള്ളതായിട്ടുള്ള ഒരു കാര്യം കേട്ടോ. അപ്പോൾ ഇനി ആ ഡോക്ടറുടെ അടുത്ത് എന്തൊക്കെയാണ് എനിക്ക് ട്രീറ്റ്മെന്റ്സ് തന്നത്, ഏതൊക്കെ മെഡിക്കേഷൻസ് ആണ് എനിക്ക് പറഞ്ഞു തന്നത് എന്നുള്ള ചെറിയൊരു ഔട്ട്ലൈൻ ഞാൻ തരാം. പിന്നെ ഞാൻ ഫോളോ ചെയ്തൊരു ഡയറ്റും എന്തൊക്കെ കാര്യങ്ങൾ ഞാൻ എൻ്റെ ലൈഫിൽ നിന്ന് ഒഴിവാക്കി എന്നുള്ളതും കൂടെ പറഞ്ഞുതരാം. നമുക്ക് ആക്നേക്ക് മുന്നേ ട്രീറ്റ്മെന്റ് എടുത്ത ആൾക്കാർക്ക് അറിയും, നമുക്ക് ഈ ഒരു ഐസോട്രെറ്റിയോണിൻ ക്യാപ്സ്യൂൾസ് ഉണ്ടല്ലോ, അത് പ്രിസ്ക്രൈബ് ചെയ്യാറുണ്ട് ഡോക്ടേഴ്സ്. അപ്പം അത് ഇവിടെ നിന്ന് എനിക്ക് പ്രിസ്ക്രൈബ് ചെയ്തിട്ടുണ്ടായിരുന്നു. സിഡോയിൻ 10 mg ആണ് എനിക്ക് പ്രിസ്ക്രൈബ് ചെയ്തത്. സ്വയം മെഡിസിൻ വാങ്ങി കഴിക്കാതിരിക്കുക. പിന്നെ എനിക്ക് തോന്നുന്നു ഇത് പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ കിട്ടില്ല ഈ മരുന്ന്. അതും പിന്നെ ഒരു അസിത്രോമൈസിൻ ക്യാപ്സ്യൂൾസും ഉണ്ട്, അസിപ്രോ എന്ന് പറഞ്ഞിട്ട്. ഇതിന്റെ രണ്ടിന്റെയും കൂടെ കോമ്പിനേഷൻ ആണ് ഡോക്ടർ തന്നത്. അപ്പൊ അത് എടുക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഐസോട്രെറ്റിയോണിൻ ആണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ലോണം സൈഡ് എഫക്ട്സ് ഒക്കെ ഉള്ള ക്യാപ്സ്യൂൾസ് ആണ്. പ്രഗ്നന്റ് ആവാൻ പ്ലാൻ ചെയ്യുന്ന ആൾക്കാരോ പ്രഗ്നന്റ് ആയിട്ടുള്ള ആൾക്കാരോ ഒന്നും ഇത് യൂസ് ചെയ്യാൻ പാടില്ല.
ബർത്ത് ഡിഫക്ട്സ് ഉണ്ടാവും. പിന്നെ ഇത് യൂസ് ചെയ്യുന്ന സമയത്താണെങ്കിൽ നമുക്കിങ്ങനെ ചുണ്ടൊക്കെ പൊട്ടി തുടങ്ങും, ഫേസിൽ വല്ലാത്ത ഡ്രൈനെസ് ഫീൽ ചെയ്യും, സ്കാൽപ്പിലൊക്കെ എനിക്ക് ഡ്രൈനെസ് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. ലിബാം ഒക്കെ യൂസ് ചെയ്യണം, അങ്ങനെയൊക്കെ ആയിരുന്നു. ഫേസ് വാഷും അതൊക്കെ ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്തിട്ടുണ്ടായിരുന്നു. മോയിസ് ക്ലെൻസിങ് ലോഷനാണ് എനിക്ക് തന്നിട്ടുണ്ടായിരുന്നത്. അതെനിക്ക് നല്ലതായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. എൻ്റെ സ്കിന്നിൽ ഇറിറ്റേഷൻ ഒന്നും ഉണ്ടാക്കാത്ത ഒരു ടൈപ്പ് ക്ലെൻസർ ആയിരുന്നു. അത് വെച്ചിട്ടായിരുന്നു ഫേസ് ഡെയിലി മോർണിംഗും നൈറ്റും ഒക്കെ വാഷ് ചെയ്തിട്ടുണ്ടായിരുന്നത്. കുരുവിൽ തേക്കാനായിട്ട്, പിമ്പിൾസിൽ നൈറ്റിൽ തേക്കാനായിട്ട് ഒരു ഓയിൻമെന്റ് തന്നിട്ടുണ്ടായിരുന്നു, ഗ്ലോസിൻ ജെൽ എന്നുള്ള പേരില്. പിന്നെ ഡേ ടൈമിൽ യൂസ് ചെയ്യാനായിട്ട് വേറൊരു ഓയിൻമെന്റും തന്നിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് തന്നെ എനിക്ക് ഡാൻഡ്രഫിന്റെ ഇഷ്യൂ ഉണ്ടായിരുന്നു. അപ്പൊ ഡാൻഡ്രഫ് പോവാൻ വേണ്ടിയിട്ട് എനിക്കൊരു കെവോൺ സിപ്പ് ഷാംപൂവും ഡോക്ടർ തന്നിട്ടുണ്ടായിരുന്നു. അതായത് മാർച്ചിലാണ് ഫസ്റ്റ് കാണിച്ചത്, 2023 മാർച്ചിൽ. അത് കഴിഞ്ഞ് 2023 ഏപ്രിലിൽ ഞാൻ വീണ്ടും കാണിച്ചു. ഐസോട്രെറ്റിയോണിൻ കഴിഞ്ഞ മന്ത് സ്റ്റാർട്ട് ചെയ്തില്ലേ, അത് പിന്നീടും പ്രിസ്ക്രൈബ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ അസിപ്രോ എന്ന് പറഞ്ഞ ആ ഒരു ടാബ്ലറ്റും കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് എഴുതിയിട്ടുണ്ടായിരുന്നു. അപ്പോഴത്തേക്കും ഈ പറഞ്ഞ പോലെ ആക്നെ കുറച്ച് കുറയുന്നുണ്ടായിരുന്നു ആക്നെ. അപ്പൊ ഡോക്ടർ ഈ ആക്നെ വന്നു പോയ സ്കാറുകൾ ഉണ്ടാവുമല്ലോ, സ്കാറല്ല പാടുകൾ, മാർക്കുകൾ ഉണ്ടാവുമല്ലോ, അപ്പൊ അത് പോവാനും വേണ്ടിയിട്ട് എനിക്കൊരു നിയാസിനമൈഡ് സീറം എഴുതി തന്നിരുന്നു, നിയാസിനമൈഡ് സീറം. അപ്പൊ അത് നൈറ്റിൽ സ്കാർസിലും ഡാർക്ക് സ്പോട്ടിലും മാത്രമായിട്ട് തേക്കാൻ വേണ്ടിയിട്ടാണ് ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതിന് എനിക്ക് മനസ്സിലായത് എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ പലപ്പോഴും ഇപ്പോഴൊക്കെ ആണെങ്കിലും നമ്മൾ ഈ മാർക്കുകളൊക്കെ ഉള്ള ആൾക്കാർ സ്കിൻ കെയർ റൂട്ടീൻ ഒക്കെ ചെയ്യുമ്പോൾ ഇതെടുത്തിട്ട് ഫേസിൽ മൊത്തത്തിൽ അപ്ലൈ ചെയ്യില്ലേ. അപ്പൊ ഈ ഡാർക്ക് സ്പോട്ട് ഒക്കെ ഫെയ്ഡ് ആവുന്നതാണെന്നുണ്ടെങ്കിലും നമ്മുടെ സ്കിന്നിൽ ബാക്കി ചേഞ്ച് വരുന്നതിന്റെ ഒപ്പമായിരിക്കും ഈ സ്പോട്ടും ഫെയ്ഡായി തുടങ്ങണേ. അപ്പൊ അങ്ങനെ ആകുമ്പോൾ നമുക്ക് ചേഞ്ച് പെട്ടെന്ന് മനസ്സിലാവുണ്ടാവില്ല, മൊത്തത്തിലായിരിക്കില്ല ആ ഒരു ഫെയ്ഡിങ് വരുന്നത്. പക്ഷെ ആ ഒരു സ്പോട്ട് ട്രീറ്റ്മെന്റ് ചെയ്യുമ്പോൾ അതൊന്നും കൂടി പെട്ടെന്ന് നമുക്ക് റിസൾട്ട് കിട്ടുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തു. അതായത് നമ്മൾ ആ സ്പോട്ടിനെ മാത്രമാണല്ലോ ഫസ്റ്റ് മായ്ക്കുന്നത്, അതായത് കറക്ഷൻ ചെയ്യുന്നത്. ലൈക്ക് ഈ ഒരു സീറം യൂസ് ചെയ്തിട്ട് അതിന് മാത്രമാണല്ലോ ട്രീറ്റ്മെന്റ് കൊടുക്കുന്നത്. അപ്പൊ അതിന്റെ മാർക്കുകൾ മാത്രം ഇങ്ങനെ ഫെയ്ഡ് ആയി പോകുമ്പോൾ സ്കിന്നിൽ മൊത്തത്തിൽ നമുക്ക് ഈവൻ ആയ പോലെ പെട്ടെന്ന് റിസൾട്ട് കിട്ടുന്ന പോലെ ഫീൽ ചെയ്യും. അപ്പം അതായിരുന്നു രണ്ടാമത്തെ പ്രാവശ്യം ചെയ്തിട്ടുണ്ടായിരുന്നത്. ഏപ്രിൽ കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ മെയിൽ കാണിച്ചിട്ടില്ല, ജൂണിലാണ് കാണിച്ചതായിട്ട് എൻ്റെ അടുത്ത് രേഖയുള്ളത്. അറിയില്ല, ഓർമ്മയില്ല, കാരണം കുറച്ച് വർഷങ്ങളായല്ലോ. അതിലും ഈ പറഞ്ഞ പോലെ ഐസോട്രെറ്റിയോണിൻ കണ്ടിന്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ ഒരു നിയാസിനമൈഡ് സീറം എഴുതിയിട്ടുണ്ടായിരുന്നു. പിന്നെ മോയിസ് ക്ലെൻസിങ് ലോഷനും എഴുതിയിട്ടുണ്ടായിരുന്നു. ഈ ജൂണിലാണ് എനിക്ക് കുറച്ച് ട്രീറ്റ്മെന്റുകൾ ചെയ്തത്. അതായത് ഈ മെഡിക്കേഷൻസ് നമ്മൾ എടുക്കുന്നതിന്റെ പുറമെ കുറച്ച് ട്രീറ്റ്മെന്റ്, കാർബൺ ലേസർ ആണ് എനിക്ക് ചെയ്തിട്ടുണ്ടായിരുന്നെന്ന് തോന്നുന്നു. അപ്പൊ അത് ചെയ്തതിന് ശേഷം ഇൻസ്റ്റന്റ്ലി എങ്ങനെയായിരുന്നു എൻ്റെ മുഖം ഉണ്ടായിരുന്നത് എന്നുള്ളതും ഞാൻ ഇവിടെ കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതില് എൻ്റെ പേഷ്യന്റ് നോട്ടിൽ ഡോക്ടർ എഴുതിയിട്ടുണ്ട് ഗ്രേഡ് 7. അതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാൻ എനിക്കറിയില്ല. അപ്പൊ അതായിരുന്നു ഞാൻ ആദ്യമായിട്ട് ചെയ്ത ഒരു ട്രീറ്റ്മെന്റ്. അപ്പൊ അതിൽ എനിക്ക് ചെയ്ത ഉടനെ എൻ്റെ ഫേസ് ഭയങ്കര റെഡിഷ് ആയിട്ട് ഒരു ഭീകര രൂപത്തിലായിരുന്നു. പക്ഷെ പിന്നെ കുറച്ചു ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ ആ പാടുകളൊക്കെ കുറച്ചും കൂടെ ഒന്ന് കുറഞ്ഞ പോലെ എനിക്ക് ഫീൽ ചെയ്തു. എനിക്ക് അത്യാവശ്യം ഒരു റിസൾട്ട് ഉള്ള പോലെയാണ് തോന്നിയത്. പിന്നെ അത് കഴിഞ്ഞ് നെക്സ്റ്റ് മന്ത് വീണ്ടും കാണിച്ചു, ജൂലൈയിൽ കാണിച്ചു. അപ്പൊ ജൂലൈയില് എൻ്റെ കല്യാണമൊക്കെ അടുക്കാനായ ഒരു ടൈമായിരുന്നു. കല്യാണമൊക്കെ ഏകദേശം ആവാറായി. ജൂൺ ജൂലൈ കഴിഞ്ഞ് ഓഗസ്റ്റിലാണ് എൻ്റെ കല്യാണം. അപ്പൊ കല്യാണമൊക്കെ ആവാറായപ്പോഴത്തേക്കും ഡോക്ടർ കുറച്ചും കൂടെ ട്രീറ്റ്മെന്റുകൾ ചെയ്യാന്ന് പറഞ്ഞു. അപ്പൊ അന്നൊരു ഫെയർനെസ് പീൽ ചെയ്തിട്ടുണ്ടായിരുന്നു, ഫെയർനെസ് പീൽ അതാണ് കൊടുത്തിട്ടുള്ളത്. അപ്പൊ അത് കുറച്ച് ഫേസ് ഒന്ന് ബ്രൈറ്റ് ആവാനൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു പീലായിരുന്നു ഡോക്ടർ ചെയ്തിട്ടുണ്ടായിരുന്നത്, ഗ്രേഡ് 3. അപ്പൊ അത് ചെയ്തപ്പോൾ ഈ പറഞ്ഞ പോലെ എനിക്ക് ഫേസ് അത്യാവശ്യം ബ്രൈറ്റ് ആയ പോലെ, ഒന്നും കൂടെ ഈവൻ ആയ പോലെ. സ്കിൻ ടോൺ ഒരുപാട് ബ്രൈറ്റ് ആവുക എന്നുള്ളതല്ല ഉദ്ദേശിച്ചത്, ബ്ലീച്ച് ഒന്നും ചെയ്ത പോലെ വൈറ്റിഷ് ആവുക എന്നല്ല, പക്ഷെ ഒന്ന് ഈവൻ ആയ പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് ചെയ്തത് ജൂലൈയില്. ഈ സമയമായപ്പോഴത്തേക്ക് ഞാൻ പറയട്ടെ, എൻ്റെ ഫേസിൽ ആക്നെ അത്യാവശ്യം നല്ലോണം കുറഞ്ഞു. ആക്നെ കുറഞ്ഞിട്ട് കുറച്ചായി, പാടുകളും നന്നായിട്ട് കുറഞ്ഞു. എൻ്റെ കല്യാണ വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ലാന്നുണ്ടെങ്കിൽ അതിന്റെ ലിങ്ക് ഞാൻ ഇവിടെ എവിടെയെങ്കിലും കൊടുക്കാം. അതായത് കല്യാണത്തിന് മേക്കപ്പ് ചെയ്യുന്ന വീഡിയോ, അത് നിങ്ങൾ നോക്കുമ്പോൾ മനസ്സിലാവും എൻ്റെ ഫേസ് എത്രത്തോളം ഒരു ക്ലീൻ ആയിട്ടാണ് അതിൽ നിൽക്കുന്നതെന്ന് മനസ്സിലാവും. അപ്പൊ ആ ഒരു കല്യാണ പീരീഡിലൊക്കെ നല്ല ഫ്ലോലെസ് സ്കിന്നായിരുന്നു എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അതിന് ഈ ഡോക്ടറെ അടുത്ത് വേണം എനിക്ക് നന്ദി പറയാൻ. ഇത് ഡോക്ടർക്കുള്ളൊരു താങ്ക് യു വീഡിയോ കൂടി ആണെന്ന് വേണമെങ്കിൽ പറയാം. അപ്പൊ അന്ന് കല്യാണത്തിന്റെ സമയത്തൊക്കെ നല്ല അടിപൊളി സ്കിന്നായിരുന്നു. എല്ലാം ആ സമയമായപ്പോഴത്തേക്കും മാറി. പിന്നെ കുറച്ചു കാലം എനിക്ക് ട്രീറ്റ്മെന്റേ ചെയ്യേണ്ടി വന്നിട്ടുണ്ടായിരുന്നില്ല. ഓഗസ്റ്റിൽ ഞാൻ ഒന്നും കൂടെ കാണിച്ചിട്ടുണ്ട്. അതായത് എനിക്കിങ്ങനെ ആക്നെ വന്ന് പോയിട്ട്, നമ്മൾ ഈ കുരു വന്ന് പോയാൽ നമുക്ക് ഈ കുഴികൾ ഉണ്ടാവുമല്ലോ,
ആ കുഴികളൊക്കെ കുറക്കാൻ വേണ്ടിയിട്ട് MNRF ട്രീറ്റ്മെന്റ് ചെയ്തു. മൈക്രോ നീഡ്ലിംഗ് റേഡിയോ ഫ്രീക്വൻസി. കൺവെൻഷണൽ മൈക്രോ നീഡ്ലിംഗ് അല്ല, ഇതൊന്നും കൂടെ അതിന്റെ ഒരു അഡ്വാൻസ്ഡ് വേർഷൻ ആണ്. കൊളാജൻ പ്രൊഡക്ഷൻ സ്റ്റിമുലേറ്റ് ആവും, അങ്ങനെയാണ് നമ്മളുടെ ഈ കുഴികൾ തൂർന്നു പോകുന്നത്. അപ്പം ഞാൻ ഒരു മെഡിക്കൽ പ്രൊഫഷണൽ ആയിട്ടുള്ള ആളല്ല, എൻ്റെ ഒരു എക്സ്പീരിയൻസുകളാണ് ഞാൻ പറയുന്നത്. ഇതിന്റെ ഇൻ ഡെപ്ത് ആയിട്ടുള്ള കാര്യങ്ങൾ എനിക്കറിയില്ല. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഡോക്ടറെ നിങ്ങൾ കൺസൾട്ട് ചെയ്യണം. ഏതെങ്കിലും ഒരു നല്ല സ്കിൻ ഡോക്ടറെ നിങ്ങൾ കൺസൾട്ട് ചെയ്തിട്ട് മാത്രം ചെയ്യാം. അപ്പൊ ഈ MNRF ട്രീറ്റ്മെന്റ് ചെയ്ത് ഒരു 2 months കഴിഞ്ഞപ്പോഴത്തേക്കും ഞാനിങ്ങനെ ഇത് കൊള്ളാലോ എന്ന് വിചാരിച്ച ഒരു ട്രീറ്റ്മെന്റ് ആയിരുന്നു MNRF ട്രീറ്റ്മെന്റ്. അതായത് ഈ കുരു വന്ന് പോയ, അതായത് അത്യാവശ്യം നല്ല കടിച്ച കുരുകളൊക്കെ നിങ്ങൾ ഫസ്റ്റ് കണ്ടില്ലേ, അപ്പൊ അങ്ങനത്തെ കുരുക്കൾ പോകുമ്പോൾ അതിനനുസരിച്ചിട്ടുള്ള നല്ല കുഴികൾ നിങ്ങളുടെ ഫേസിൽ വരും. അപ്പൊ ഈ കുഴികൾ പോവുക എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ടെക്സ്ചർ ആണല്ലോ, അപ്പൊ ആ ടെക്സ്ചർ പോവണം, ഇല്ലാണ്ട് ഇങ്ങനെ കുണ്ടും കുഴിയായിട്ട് ഇങ്ങനെ ഇരിക്കും നമ്മളെ ഫേസിൽ. അപ്പൊ ഈ MNRF ചെയ്ത ഒരു 2 months കഴിഞ്ഞപ്പോൾ എനിക്ക് ഈ കുഴികളെല്ലാം അത്യാവശ്യം കുറഞ്ഞ് എൻ്റെ ഫേസ് ഒന്നും കൂടി ഇങ്ങനെ സ്മൂത്ത് ആയി. അതെനിക്ക് ശരിക്കും ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് MNRF grade 6 ആണ് എനിക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആ പ്രൊസീജിയറും അവിടെ നിന്ന് തന്നെ, ആ ക്ലിനിക്കിൽ നിന്ന് തന്നെ ചെയ്തത്. അപ്പൊ ആ പ്രാവശ്യം, ഇത് ഓഗസ്റ്റിലാണ്, 2023 തന്നെ ഓഗസ്റ്റില് ഈ പറഞ്ഞ പോലെ ട്രെറ്റിയോണിൻ കണ്ടിന്യൂ ചെയ്തു. MNRF ചെയ്ത് കഴിഞ്ഞ് ആദ്യത്തെ 5 ദിവസം കണ്ടിന്യൂ ചെയ്യാനായിട്ട് എനിക്കൊരു ഫ്യൂസിലോ ക്രീം, അങ്ങനെ തന്നെയാണ് പ്രൊനൗൺസ് ചെയ്യാൻ തോന്നുന്നു, പിന്നെ ഗ്ലൈക്കോനം 6, അതായത് ഗ്ലൈക്കോളിക് ആസിഡും തന്നിട്ടുണ്ടായിരുന്നു. ഗ്ലൈക്കോളിക് ആസിഡും നമ്മുടെ ടെക്സ്ചറിനെയൊക്കെ ഇംപ്രൂവ് ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന, ഞാൻ റേറ്റ്സും കൂടെ പറയാന്ന് പറഞ്ഞിരുന്നല്ലോ, അത് മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് കേട്ടോ. അതായത് നമ്മളുടെ ഈ സ്കിന്നിന്റെ മരുന്നുകൾക്കും ഈ ട്രീറ്റ്മെന്റിനും പ്രൊസീജിയർ ചെയ്യാനൊക്കെ ആണെന്നുണ്ടെങ്കിലും അത്യാവശ്യം കോസ്റ്റ്ലി ആണ്. കയ്യിൽ നിന്ന് കുറച്ചൊക്കെ പൈസ ഇറങ്ങും. ഓരോ പ്രാവശ്യം മെഡിസിൻ വാങ്ങുമ്പോൾ ഏകദേശം ഒരു 2300, 2500, 3000 വരെയൊക്കെ എനിക്ക് ആയിട്ടുണ്ട്. ഇത് എൻ്റെ മരുന്ന് വാങ്ങിയപ്പോൾ ഒരു ബില്ലാണ്, മരുന്നിന്റെ ബില്ലാണ്. അപ്പൊ ഇതിൽ 2374 ബില്ലായത്. ഇങ്ങനെ എല്ലാ ബില്ലൊന്നും എൻ്റെ കയ്യിലില്ല. ഓരോ പ്രാവശ്യം ഒരു 2000, 3000 ഉള്ളിൽ എല്ലാ മാസവും ഏകദേശം വന്നിട്ടുണ്ട്. പിന്നെ പ്രൊസീജിയേഴ്സിന്റെ ചാർജ്, കാർബൺ ലേസർ അത് ചെയ്ത സമയത്ത് ഏകദേശം ഒരു 2000 സംതിങ് ആയിരുന്നു ആയത്. പക്ഷെ അത് അത്ര കൊല്ലത്ത് മുന്നെയാണ്, 2023. അപ്പൊ ഇത്ര കൊല്ലം കഴിയുമ്പോൾ എന്തായാലും അതിന്റെ റേറ്റില് കൂടിയിട്ടുണ്ടാവാനാണ് സാധ്യത. പിന്നെ ഞാൻ MNRF ട്രീറ്റ്മെന്റ് ചെയ്തല്ലോ, മൈക്രോ നീഡ്ലിംഗ് റേഡിയോ ഫ്രീക്വൻസി, അത് ചെയ്തതിന് എനിക്ക് കോസ്റ്റ് വന്നത് 3540 രൂപയാണ്. അതൊക്കെ ഇപ്പൊ ചിലപ്പോൾ ചെറിയ ഇൻക്രിമെന്റുകൾ ഉണ്ടാവും. എല്ലാ സാധനങ്ങളിലും അങ്ങനെ കുറച്ച് വില പിന്നീട് കൂടുമല്ലോ. അങ്ങനെ ഈ ഒരു MNRF ചെയ്തത് 2023 ഓഗസ്റ്റിലാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഇത് കഴിഞ്ഞിട്ട് കുറച്ച് കാലം എൻ്റെ ഫേസിൽ പിന്നെ ആക്നേന്റെ ഒരു സീൻ ഉണ്ടായിരുന്നില്ല, പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇതുവരെ ഞാൻ ഫോളോ ചെയ്ത ഒരു ഡയറ്റിന്റെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. കാരണം ഇനി പറയാനുള്ളത് ഒരു നെക്സ്റ്റ് എപ്പിസോഡ് തന്നെയാണ്. അപ്പൊ ഇതുവരെ ഞാൻ ഫോളോ ചെയ്തതിൽ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഡോക്ടർ എൻ്റെ അടുത്ത് ഫ്രൈ ഐറ്റംസ് ഒക്കെ കുറച്ചൊന്ന് കുറക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ മധുരം കുറച്ചൊക്കെ കുറക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് രണ്ടും ഞാൻ എൻ്റെ ഭാഗത്തുനിന്ന് ചെയ്തിട്ടുണ്ടായിരുന്നു. മധുരം കുറച്ചിട്ടുണ്ടായിരുന്നു. 0 ഷുഗർ അല്ല, പക്ഷെ എന്നാലും ഞാനൊരു ചോക്ലേറ്റ് ലവറാണ്, ഒരു ചോക്ലേറ്റ് തീനിയാണ് ഞാൻ, മധുരം തീനിയാണ്. അപ്പോൾ അത് രണ്ടും ഞാൻ അത്യാവശ്യം നന്നായിട്ട് കുറച്ചിട്ടുണ്ടായിരുന്നു. കാരണം കല്യാണം ആകുമ്പോഴത്തേക്കും ഒരു വെയിറ്റ് ലോസും കൂടെ മനസ്സിൽ പ്ലാൻ ആയിരുന്നുകൊണ്ട് മധുരവും ഈ പറഞ്ഞ പോലെ ഫ്രൈ ഐറ്റംസ് അത്യാവശ്യം ഞാൻ കുറച്ചിട്ടുണ്ടായിരുന്നു. ചിക്കനും ബീഫൊക്കെ ബീഫ് അത്ര കഴിക്കാറില്ല, ചിക്കൻ നന്നായിട്ട് അത്യാവശ്യം കഴിക്കും. പിന്നെ വെജിറ്റബിൾസ് എല്ലാം കഴിക്കും, ജ്യൂസസ് ഒക്കെ കുടിക്കും. ബാക്കി ചോറ് കുറച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെയായിരുന്നു എൻ്റെ ഒരു ഡയറ്റ്. പിന്നെ എൻ്റെ ഒരു മെയിൻ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ നന്നായിട്ട് ഈ പറഞ്ഞല്ലേ ചോക്ലേറ്റ് ഞാൻ നന്നായിട്ട് കഴിക്കും. പിന്നെ ഡയറി പ്രൊഡക്ട്സ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഈ പറഞ്ഞ പോലെ മിൽക്ക് കേക്ക്, മൈസൂർ പാക്ക്, ഗുലാബ് ജാമുൻ, പേട, ഇങ്ങനത്തെ സാധനങ്ങൾ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഡയറി മിൽക്ക് സിൽക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഒരു വലിയ 100 സംതിങ്ങിന്റെ ബാർ ഉണ്ടല്ലോ, അതൊക്കെ ഞാൻ ഒറ്റ ഇരിപ്പിന് കഴിക്കും. പിന്നെ മിക്കവാറും ഞാൻ വർക്ക് കഴിഞ്ഞ് വരുമ്പോഴൊക്കെ ഞാൻ ഇങ്ങനെ സിൽക്കോ എന്തെങ്കിലുമൊക്കെ വാങ്ങും. നന്നായിട്ട് ചോക്ലേറ്റ് കഴിക്കലുണ്ടായിരുന്നു. അപ്പൊ ഇത് കുറച്ചത് തന്നെ എൻ്റെ സ്കിന്നിൽ വലിയ ഇമ്പ്രൂവ്മെന്റ്സ്, വലിയ മെച്ചങ്ങൾ, ബെനിഫിറ്റ്സ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. കാരണം ഈ ഡയറി മിൽക്ക് കഴിക്കുമ്പോൾ എനിക്ക് നന്നായിട്ട് കുരു വരുന്ന പോലെ ഫീൽ ചെയ്തിട്ടുണ്ട്. അതായത് ഇൻസ്റ്റന്റേനിയസ്ലി പിറ്റേ ദിവസമായിട്ട് 1-2 കുരുക്കൾ എക്സ്ട്രാ വരുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കുറച്ചത് പോസിറ്റീവായിട്ട് എൻ്റെ സ്കിന്നിൽ വന്നു. അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങളൊരു ആക്നെ റിക്കവറി ജേർണി പ്ലാൻ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഫ്രൈ ആയിട്ടുള്ള ഐറ്റംസ്, ഓയിൽ അധികമുള്ള സാധനങ്ങൾ കുറച്ച് കുറക്കുക. ഏറ്റവും കുറക്കേണ്ട കാര്യം മധുരാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്.
പിന്നെ ഡയറി പ്രൊഡക്ട്സും മധുരാണ് എൻ്റെ കേസിൽ മെയിൻ വില്ലന്മാർ. അത് കുറച്ചപ്പോൾ തന്നെ എനിക്ക് നല്ല മെച്ചമുണ്ടായി. പിന്നെ ഫ്രൈ ഐറ്റംസ് ഞാൻ അത്യാവശ്യം കൺട്രോൾ ചെയ്തു. അപ്പൊ അതാണ് ഈ ഒരു സീസൺ. ഇനി ഒരുപാട് പേരുടെ ഡൗട്ട് ആയിരിക്കും ഈ കുരുവെല്ലാം പോയത് ഇതുപോലെ ഇനി തിരിച്ചു വരുമോ എന്നുള്ളത്. അത് നമ്മളുടെ കയ്യിലും കൂടിയാണ്. നമ്മൾ നമ്മളുടെ ഡയറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്ത് നിർത്തിയെങ്കിൽ മാത്രമേ പൂർണ്ണമായിട്ട് നമുക്കിത് വരാതിരിക്കാൻ പറ്റുള്ളൂ. ഇടയ്ക്കൊക്കെ എനിക്കാണെങ്കിലും കൺട്രോൾ തെറ്റി ഞാൻ ഷുഗർ അതുപോലെ ഡയറി മിൽക്ക് ഒക്കെ കഴിക്കുന്ന സമയത്ത് എനിക്ക് വലിയ തടിച്ച കുരുക്കൾ വരാറുണ്ടായിരുന്നു. പിന്നെ പീരീഡ്സിന്റെ സമയത്തൊക്കെ ഇടയ്ക്ക് 2-3 വരും. അപ്പൊ ഞാൻ കുരുവിന് തേക്കാനുള്ള ആ ഒരു ക്ലിൻഡാമൈസിൻ ജെൽ തേച്ചിട്ടാണ് അത് കൺട്രോൾ ചെയ്യുന്നത്. എങ്കിലും ഞാൻ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആയിരുന്നു. ഇടയ്ക്ക് വന്നു പോകുന്ന കുരുക്കൾ ഒഴിച്ചു കഴിഞ്ഞാൽ ബാക്കി സ്കിൻ നല്ല പെർഫെക്റ്റ് ആയിരുന്നു. പിന്നെ നിങ്ങൾ എന്റെ യൂട്യൂബ് ചാനൽ എടുത്തിട്ട് അതിൽ ഷോർട്സിൽ ഒരു 2024 മുതലൊക്കെയുള്ള വീഡിയോസ് എടുത്ത് നോക്കിയാൽ കാണാൻ പറ്റും. ഈ ഒരു കുരു പോയ ആനന്ദത്തിൽ ഞാൻ വീണ്ടും എനിക്ക് ഇഷ്ടപ്പെട്ട കുറെ ഫുഡ് ഐറ്റംസ് ഉണ്ടല്ലോ, മാറ്റി വെച്ച സാധനങ്ങൾ, അതൊക്കെ ഞാൻ വീണ്ടും കഴിക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ 2024 നവംബറിലാണ് എനിക്ക് പെട്ടെന്ന് ഒന്നാകെ കുരു വീണ്ടും വന്നത്. ഞാൻ ഈ സൈഡിൽ കൊടുത്ത വീഡിയോ ഉണ്ടോ, ഞാൻ ഇറങ്ങി വരുന്നത് അജ്ഫാനാണ് കേട്ടോ. ചോക്ലേറ്റ്സ് ഒക്കെ വാങ്ങിയിട്ടുള്ള വരവന്നെയാണ്. ഈ ഒരു പോയിന്റിലെത്തിയപ്പോൾ ഡയറി പ്രൊഡക്ട്സും ചോക്ലേറ്റ്സ് ഒക്കെ ഞാൻ വീണ്ടും ഒന്ന് കൺട്രോൾ ചെയ്തു. പിന്നെ ഞാൻ എന്റേതായിട്ടുള്ള ഒരു നല്ല സ്കിൻ കെയർ റുട്ടീനും ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു. ഇതിൽ ഞാൻ യൂസ് ചെയ്യുന്നത് ഓർഡിനറിന്റെ ഒരു പീലിംഗ് സൊല്യൂഷൻ ആണ്. ഇത് വീക്ക്ലി വൺസ് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് എനിക്ക് നല്ല റിസൾട്ട് തന്ന ഒരു പ്രൊഡക്റ്റ് ആണ് കേട്ടോ. പിന്നെ 2025 സെപ്റ്റംബറിൽ ഞാൻ ഡോക്ടറെ കൺസൾട്ട് ചെയ്യാൻ ഡിസൈഡ് ചെയ്തു. അന്നുള്ള എന്റെ ഫേസ് ആണ് ഇത്. കുരുവിൽ തേക്കാനുള്ള സാധനങ്ങൾ, മോയ്സ്ചറൈസർ, സൺസ്ക്രീൻ, ഇതെല്ലാം പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. ആക്നെ UV ജെൽ സൺസ്ക്രീൻ, പിന്നെ ഒരു സെറമൈഡ് ക്ലെൻസറും, അത് ഫേസ് വാഷ് ചെയ്യാനായിട്ട്. പിന്നെ നൈറ്റിൽ ആക്നെ മാർക്സിനും ഡാർക്ക് സ്പോട്സിനും ഒക്കെ തേക്കാനായിട്ട് ഈ ഒരു ക്രീം ഉണ്ടായിരുന്നു. ഇതിന്റെ കൂടെ തന്നെ ഒരു കെമിക്കൽ പീലിംഗും കൂടെ ചെയ്തിട്ടുണ്ടായിരുന്നു, ഗ്രേഡ് 5 യെല്ലോ പീൽ. ഞാൻ ടെക്സ്ചർ പോവാൻ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന് ഡോക്ടറോട് ചോദിച്ച സമയത്താണ് ഡോക്ടർ എനിക്ക് ഈ ഒരു യെല്ലോ പീല് സജസ്റ്റ് ചെയ്തിട്ട് അത് ചെയ്തത്. പീലിംഗ് സ്റ്റാർട്ട് ചെയ്തത് ഇതാ ഈ ഭാഗത്താണ് ആദ്യം സ്റ്റാർട്ട് ചെയ്തത്. പിന്നെ അങ്ങനെ ഫേസ് മൊത്തം ഇങ്ങനെ പൊളിഞ്ഞു പോരുകയാണ് ചെയ്യുക. സ്കിന്ന് എന്റെ ഏറ്റവും ഔട്ടർ മോസ്റ്റ് ലെയർ ആണെന്ന് തോന്നുന്നു പൊളിഞ്ഞു പോരുന്നത്. അപ്പൊ എനിക്ക് ഫീൽ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാല് ടെക്സ്ചർ കുറച്ച് കുറഞ്ഞ പോലെ തോന്നി. ഇവിടെ മുന്നൊന്നും ഇല്ലാത്തൊരു ഡാർക്ക്നെസ് ഇവിടെ വന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തു. അതിനി ഫേസ് ഒന്ന് ബ്രൈറ്റ്നെസ് വെച്ചപ്പോൾ ഇവിടെ ഉള്ള ഡാർക്ക്നെസ് അങ്ങനെ കൂടിയ പോലെ തോന്നുകയാണോ എന്ന് എനിക്കറിയില്ല. പക്ഷെ എനിക്ക് എന്തായാലും പണ്ടുള്ളതിനേക്കാളും ഇവിടെ കുറച്ച് ഡാർക്കായ പോലെ ഫീൽ ചെയ്തു. അങ്ങനെ ഇപ്പോൾ പക്ഷെ നിങ്ങൾക്ക് അത് കുറച്ച് കുറവായിട്ട് തന്നെ ആയിരിക്കും കാണുന്നത്. ഇപ്പൊ കുറച്ച് കുറഞ്ഞു. അതെങ്ങനെ കുറഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് ഡോക്ടർ എനിക്ക് ഈ ഒരു ഡാർക്ക് സ്പോട്ട് ആക്നെ സ്കാർസ് ഒക്കെ പോകാൻ വേണ്ടി അവിടെ തേക്കാൻ വേണ്ടിയിട്ട് ഒരു ഓയിൻമെന്റ് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇത് ഞാൻ ഇവിടം കൂടെ തേച്ചു. പിന്നീട് കേട്ടോ, ഇത് ഈ പീലിങ്ങിന്റെ ആ ഒരു ടൈമെല്ലാം കഴിഞ്ഞൊരു 2 വീക്സ് ഒക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ഇവിടെ തേക്കാൻ തുടങ്ങി. അങ്ങനെ എനിക്ക് ഇവിടെ കുറച്ച് ഇപ്പൊ ലൈറ്റനായ പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ ഒരു പീലിങ് നമ്മൾ ചെയ്യുന്ന സമയത്ത് പുറത്ത് പിന്നെ വെയിലൊന്നും കൊള്ളാൻ പാടില്ല. ഒരു 2 ഡേയ്സിന് സൺസ്ക്രീൻ മസ്റ്റായിട്ട് നമ്മൾ തേക്കണം. പിന്നെ പീലിങ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ എന്തായാലും നമുക്ക് പുറത്തിറങ്ങാൻ പറ്റില്ല, കാരണം ഒരു വികൃത രൂപമായിരിക്കും നമ്മളുടെ ഫേസ് ഇങ്ങനെ പൊളിഞ്ഞു പോന്നിട്ട്. ഓക്കെ, സോ ഇത്രയൊക്കെയാണ് എൻ്റെ ഒരു ആക്നെ ജേർണി. 2022 സ്റ്റാർട്ട് ചെയ്ത് 22, 23, 24, 25 കഴിഞ്ഞ് നമ്മളിപ്പോൾ 26 എത്തി നിൽക്കുന്നു. ഇപ്പം എൻ്റെ ഫേസിൽ ആക്നെ ഇല്ല, ഇനി വരാതെ നോക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം. എന്തെങ്കിലും അൺകൺട്രോളബിൾ ആയിട്ട് തിന്നു തുടങ്ങുമ്പോൾ ചെറിയ സിഗ്നൽസ് വന്നു തുടങ്ങും, അപ്പോഴേ ഞാനെല്ലാം സ്റ്റോപ്പ് ചെയ്യും. അങ്ങനെയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ എൻ്റെ സ്കിൻ കെയർ എല്ലാം ഞാൻ പക്ക പ്രോപ്പർ ആയിട്ടാണ് ചെയ്യുന്നത്. ഡെയിലി ഞാൻ സ്കിൻ കെയർ ചെയ്യും, മോർണിംഗും ഈവനിങ്. സോ ഗൈസ്, ചില സാങ്കേതിക കാരണങ്ങളാൽ നമ്മളുടെ വീഡിയോ ഇത്ര റെക്കോർഡ് ആയിട്ടുള്ളൂ. അത് ഞാനും ഇപ്പോഴാണ് അറിയുന്നത്. അപ്പൊ ഞാൻ മൈൻഡ് അപ്പ് ചെയ്യാണ്. ഇനി ഞാൻ ഫോളോ ചെയ്യുന്ന ഒരു സ്കിൻ കെയർ റുട്ടീനൊക്കെ നിങ്ങൾക്ക് അറിയണം എന്നുണ്ടെങ്കിൽ ജസ്റ്റ് കോമെന്റ് ബിലോ. പിന്നെ ഞാൻ എടുത്ത മെഡിക്കേഷൻസിനെയും പ്രൊസീജിയേഴ്സിനെ ഒക്കെ റിഗാർഡിങ് എന്തെങ്കിലും ഡൗട്ട്സ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ കോമെന്റ്സിൽ ചോദിക്കാവുന്നതാണ്. എനിക്കറിയാവുന്ന എല്ലാ കാര്യങ്ങളും ഞാൻ ഷെയർ ചെയ്യുന്നതായിരിക്കും. സോ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ആക്നെ ഉള്ള നിങ്ങളുടെ ഫ്രണ്ടിന് ഷെയർ ചെയ്യാനും മറക്കരുത്. ആൻഡ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.